ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗീ റൈസ് ആണ്. സോ ഞാൻ ഇന്ന് എടുക്കുന്നത് 3 കപ്പ് റൈസാണ്. ബസ്മതി റൈസാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. എനിക്ക് നോർമൽ വലിയ അരികളോടാണ് എനിക്കിഷ്ടം. ചെറിയ അരി ഇഷ്ടക്കുറവൊന്നുമില്ല, എന്നാലും വലിയ അരിയാണ് ഞാൻ കൂടുതലും വെക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അരി നന്നായി കഴുകിയിട്ട് അരമണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിലിട്ട് അടച്ചു വെക്കണം. അതിനിടയ്ക്ക് നമുക്ക് അരിയാനുള്ള സാധനങ്ങൾ എടുത്ത് വെക്കാം. സവാള ഒരെണ്ണം എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി, ഒരു പച്ചമുളക്. അപ്പോൾ നമ്മളത് അരിഞ്ഞു വെക്കാം. എല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഗ്രാമ്പു, 2 ബേ ലീവ്സ് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ നമുക്ക് കറുവപ്പട്ട, പിന്നെ കുറച്ച് ഏലക്കായ. എന്നിട്ട് നമുക്കിനി ചട്ടി അടപ്പത്ത് വെക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ 3 കപ്പ് അരിയാണ് എടുത്തത്. സോ അതിന് വേണ്ടിയിട്ട് 6 കപ്പ് വെള്ളം ഒഴിക്കണം. 2 കപ്സ് ആണെങ്കിൽ 4 കപ്സ്, 3 കപ്സ് ആണെങ്കിൽ 6 കപ്സ് അങ്ങനെ. പിന്നെ നമ്മളിതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പു, ബേ ലീവ്സ്, ഏലക്കായ ഇതെല്ലാം ഇടുക. പിന്നെ നമ്മളൊരു ഓയിൽ, റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ 1 സ്പൂൺ ഒഴിക്കുക. പിന്നെ നമ്മളൊരു ലെമണിൻ്റെ ഹാഫ് എടുത്തിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതും ഒഴിക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ സംഭവം, അതിൽ നിന്ന് അരി ഇടേണ്ടത്. അപ്പോൾ നമ്മളതിനെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ്, ശരിക്കും വെള്ളം ഊറ്റിക്കളയണം, ഒരു തരി പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ നമ്മുടെ അരി സെറ്റായിട്ടുണ്ട്. സോ ഇനി അത് ചട്ടിയിൽ വെള്ളം തിളച്ച് കഴിയുമ്പോഴാണ് നമുക്ക് അരി ഇടേണ്ടത്. അരി ഇട്ട് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു 7 to 10 മിനിറ്റ്സിലേക്കാണ് നമുക്ക് മൂടി വെച്ച് വേവിക്കേണ്ടത്. ഒരു 7 മിനിറ്റ്സ് കഴിയുമ്പോൾ തുറന്ന് നോക്കുക വെന്തിട്ടുണ്ടോയെന്ന്. ഇല്ലെങ്കിൽ കുറച്ച് നേരം കൂടെ അടച്ച് വെച്ച് വേവിക്കുക. ഒരു 10 മിനിറ്റ്സ് ഒക്കെ മതിയാവും ഇത് വേവാനായിട്ട്. എനിക്ക് 10 മിനിറ്റ്സ് എടുത്തു. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോഴേക്കും എൻ്റെ അരി വെന്തിട്ടുണ്ടായിരുന്നു. സോ ഞാനത് ഊറ്റി വെച്ചു, വെള്ളമൊക്കെ ബാക്കി കുറച്ച് വെള്ളമുള്ളത് കളയാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് എവിടെയോ ഈ അരി ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ തോന്നിയിട്ട് ഞാൻ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചായിരുന്നു. ഒരു കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചായിരുന്നു, പക്ഷേ ഞാനത് വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചട്ടിയിലോട്ട് 2 സ്പൂൺ ഗീ ഒഴിക്കുക. എന്നിട്ട് സവാള, പിന്നെന്താണ് ഇഞ്ചി, വേപ്പിലൊക്കെ ഇട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളിട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കുക. സാധാരണ സവാള മാത്രം ഇട്ടാണ് എല്ലാവരും വഴറ്റാറ്, ഞാൻ പക്ഷേ ഇഞ്ചിയും വേപ്പിലൊക്കെ ഇട്ടിട്ടാണ് വഴറ്റാറ്. സോ അത് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. എനിക്ക് ഇത്തിരി മടിയുള്ളതുകൊണ്ട് സവാള ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടാണ് ക്യാഷ്നട്ട് വറുക്കുന്നത്. സവാള ശരിക്കും കോരി വെക്കാം, പക്ഷേ ഞാനിവിടെ ഒരു സൈഡിൽ ഇതും ഒരു സൈഡിൽ കുറച്ചുകൂടെ ഫ്രൈ ആക്കാൻ വേണ്ടി സവാളയും അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ടും ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അടുത്ത മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മളിതൊരു 10 മിനിറ്റെങ്കിലും മൂടി വെച്ച് ഒന്ന് സിമ്മിലിട്ട് വേവിക്കാം. എന്നാലാണ് അതിൻ്റെ പട്ടയുടെയും അതിൻ്റെയും ഒന്നെല്ലാത്തും കൂടെ ഒന്ന് പിടിച്ച് അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ട് നമുക്ക് റൈസ് കിട്ടുന്നത്. ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് മൂടി വയ്ക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. എന്നിട്ട് നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഗീ റൈസ്. ഇതാണ് നമ്മുടെ എന്താ പറയുക ഫൈനൽ ലുക്ക് എന്ന് പറയാൻ പറ്റില്ല, ഇത് ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നുമല്ല. എന്നാലും ഇങ്ങനെയാണ് നമ്മുടെ അവസാനം ഫ്രൈഡ് റൈസ് അല്ലല്ലോ, ഗീ റൈസ്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലേ. ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി ഒന്നും കൂടി എടുക്കുന്നത്. അപ്പം നമ്മൾ കഴിക്കാൻ പോവാണ്. ഒന്നും പറയാനില്ല.